ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് റാഗി കൊണ്ടുള്ള ഒരു വിഭവമാണ്. റാഗി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പിന്നെ ഈ ജോലിക്കും മറ്റും പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്നും മറ്റും തയ്യാറാക്കി കഴിച്ചുകൊണ്ട് പോകാൻ പറ്റിയ പിന്നെ ഒരു വിഭവമാണ്. അതിന് ഇത് റാഗി വെള്ളത്തിലിട്ട് കുതിർത്തതാണേ. കുതിർത്തിട്ട് ഞാൻ കഴുകി വെച്ചേക്കുന്നത്. നമുക്ക് റാഗിപ്പൊടി കൊണ്ടും ചെയ്യാം, പക്ഷേ ഞാൻ റാഗിപ്പൊടി കൊണ്ട് ചെയ്യുന്നില്ല. റാഗിയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കഴുകാതൊക്കെ പൊടിക്കുന്നതായിരിക്കും. അത് നമ്മൾ മേടിച്ച് അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക നല്ലത്. ഒരുപാട് അഴുക്കൊക്കെ ഉണ്ട് ഇതിനകത്തിലൊക്കെ. ഞാനിത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചേക്കുവാണേ. പിന്നെ ഇതിൻ്റെ കൂടെ അരമുറി ക്യാരറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്കിന്ന് അരച്ചുകൊണ്ട് വരാമേ, എന്നിട്ട് ഞാൻ കാണിക്കാം. ഇത് ഞാൻ അരച്ച് നന്നായിട്ട് ഞാൻ അരച്ചിത് വേണ്ട നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 3-4 മണിക്കൂർ കുതിരാനിടണം. കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. റാഗിപ്പൊടി നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതല്ല. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ അവർ കഴുകാതൊക്കെ ഇത് പൊടിച്ച് വെക്കുന്നതാണ്. അത് കൊള്ളത്തില്ല. ഇതിനകത്ത് ഒരുപാട് അഴുക്കൊക്കെ ഉണ്ട്. ഇത് ശരിക്കും കഴുകിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇത് ഞാൻ അരച്ചെടുത്തേക്കുവാണ്. ഇതിൻ്റെ കൂടെ ഇനിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരമുറിയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുന്നു. വേറെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് കാണിക്കാം. നമ്മൾ ഈ റാഗി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ റാഗിക്കകത്ത്. നമുക്ക് ഈ രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. ഈ റാഗിയാണെന്നുണ്ടെങ്കിൽ ദിവസം ഒരു നേരം കുറുക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രക്തം ഒക്കെ ഉണ്ടാകും. ഡോക്ടർമാരൊക്കെ പറയുന്നതാണ് ഇത്. പിന്നെ രക്തക്കുറവുള്ളവർക്ക് ഏറ്റവും നല്ല ഇതാണ്. ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് റാഗിക്കകത്ത്. നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റിനകത്ത് ഇത് തയ്യാറാക്കി എടുക്കാം. ഞാനിതൊന്ന് ബാക്കി ഇതോടെ ചെയ്ത് കാണിക്കാമേ. ഇത് ഞാൻ അരിച്ചെടുക്കുവാണേ. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ അരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെസഡ് പോലത്തെ ഈ സാധനം ഉണ്ടല്ലോ, ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്ക് അതങ്ങ് കളയണം. അത് അരിച്ചെടുത്തേ. ഇതിൻ്റെ പാലാണ്, അത് കണ്ടോ, അരിച്ചെടുത്ത് ഞാൻ ഇതിന് നമുക്ക് ചെയ്ത് കാണിക്കാം. ക്യാരറ്റ് എടുത്ത് ഒരു അരമുറി എടുത്തോളെ. ഇതുകൊണ്ട് നമുക്കൊന്ന് അരയ്ക്കാമേ. ക്യാരറ്റ് അരച്ച് കൊണ്ടുവന്നു. ഒരു ശകലം ഞാൻ എടുത്തോളൂ ഇതിനെ കൂടി ചേർക്കാനായിട്ടാണ്. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാമേ. നമ്മളിത് ചെയ്യാൻ പോവാണേ. കുറച്ച് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല പാല് പോലെ ഇരിക്കുന്നുണ്ട്. മറ്റേ ആ പെസഡ് പോലെല്ലാം നമ്മളെടുത്ത് കളഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തെല്ലാം അത് കിടക്കും. അത് നമ്മൾ മേടിക്കുന്ന പൊടി മേടിക്കുവാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അവരെ പൊടിച്ചല്ലേ തരുന്നത്. ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ച് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കുറുക്കിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കുമേ. ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. ചെറിയ വേവുണ്ട് ഇതിന്. ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കുക. നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറുക്കിയെടുത്താൽ മതി. നമ്മൾ ഇത് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കെടുത്ത് തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. നമുക്ക് വലിയവർക്കും എല്ലാം കഴിക്കാവുന്നതാണ്. നന്നായിട്ട് ശരീരത്തിന് നല്ല ഗുണമുള്ളതാണ് ഇത് നല്ലതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ബ്ലഡൊക്കെ ഉണ്ടാകും, ക്ഷീണം മാറും, എല്ലാം കൊണ്ടും നല്ലതാണ് ഇത്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. ഇത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഡോക്ടർമാരൊക്കെ പറയുന്നത് ഇത് ഡെയിലി കഴിച്ചാൽ നന്നായിട്ട് ബ്ലഡൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്. ശരീരത്തിന് നല്ല ക്ഷീണമൊക്കെ മാറി നല്ല ഉന്മേഷം വെക്കും. ഇത് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെറുതായിട്ട് നമുക്കിങ്ങനെ ഇത് കുറുക്കിയെടുക്കാം. ഇത് ഏകദേശം കുറുകിയിട്ടുണ്ടേ. നമുക്കിതിലോട്ട് പാലൊഴിക്കാമേ. ഒരു 3/4 ഗ്ലാസ് പാലേ ഉള്ളേ. ഇതുകൂടെ ഒഴിക്കുക. ഇതൊന്ന് മിക്സ് ആക്കട്ടെ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് മിക്സ് ആക്കിയേ. ഞാൻ ഇതിനകത്തോട്ട് 2 ഏലക്ക പൊടിച്ചിട്ടുണ്ട്, അതിടുവാണേ. രണ്ട് 3 ഏലക്ക പൊടിച്ചിട്ടുണ്ട്. ഒരു മണത്തിനും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു പായസം കുടിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ആ ക്യാരറ്റിൻ്റെ കൂടെ ഒഴിക്കുവാണേ.
ക്യാരറ്റ് ഇതാക്കി അരക്കത്തൂടെ. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിനകത്തോട് നമ്മൾ 2 സ്പൂൺ പഞ്ചസാര കൂടെ ഇടുവാണേ. പഞ്ചസാരയേക്കാളും നല്ലത് കരിപ്പെട്ടി ഉണ്ടെങ്കിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പഞ്ചസാരയേക്കാളും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തോളൂ. പഞ്ചസാരയേക്കാളും ഗുണം കരിപ്പെട്ടി ചേർക്കുന്നതാണ്. നന്നായിട്ട് കുറുകിയേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ഇട്ട് നാളെ വരാം. താങ്ക് യു. നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല അടിപൊളി സാധനമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.